ഇത് എന്തോന്നാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് വിഷ്ണു ഇതിനകത്ത് പിന്നെ ഇതിനകത്ത് ഇല്ലാത്ത നിങ്ങൾ ശ്രദ്ധിച്ച ഇത് ഇൻസ്റ്റാഗ്രാം വഴി ഫോൺ നമ്പർ ഇല്ല ഇതിനകത്ത് നോക്കിയേ എവിടെയും ഫോൺ നമ്പർ വിളിച്ചു നോക്കണേ ഏതെങ്കിലും കൊണ്ടുതന്നെ ആയിരിക്കും. ഞാൻ വന്നപ്പോ ഞാൻ ഫോറസ്റ്റിന്റെ പ്ലേസ് ആണോ ഞാൻ കണ്ടപ്പോ ഞാൻ നീ ഇത് നോക്കിയേ പരിപാടി നടത്താൻ പറ്റിയ റൂമൊക്കെ ഉള്ള സ്ഥലമാണ് ഇത്. ഇതാണ് ഫോറസ്റ്റ്. ഇതാണ് ലൈവ്. അത് ഫോറസ്റ്റ് ഇവിടെ മഴ വരുമ്പോ പണ്ടൊക്കെ നമ്മളിങ്ങനെ കാമുകിയോടെ നേരിട്ട് പറയാൻ പറ്റില്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് എഴുതി കാമുകി ഇവിടെ വന്ന് വായിച്ചെടുത്തിട്ടും പോയിക്കോളൂ. അതിനല്ലേ അവിടെ ഐ ലവ് യു ഇത് മീര ഐ ലവ് യു ഇതേ എഴുതിയാല് ലൈവ് സെറ്റ് ആവുന്ന എഴുതി വെച്ചാലും അത് മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ വരെ ഇതിനകത്ത് ലൈക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ വന്ന വഴി എന്നാൽ ഈ പോയവൻ ഈ വയറും കിറ്റി വെച്ചോണ്ട് പോയവനെ അത് മിക്കവാറും കറകച്ചാലി തന്നവന്മാരെ ആയിരിക്കുള്ളൂ. കറകച്ചാലി തന്നവന്മാർക്ക് ഈ പരിപാടി ഉണ്ടാവുള്ളൂ. ഇത് മറ്റേ പറവൂര് ഈ പറവൂർ ആലപ്പുഴ പറവൂർ ആലപ്പുഴ പറവൂര് നേതാവിന്റെ വീട്ടാണ് പറവൂര്. എവിടെ അടുത്ത് ഏതെങ്കിലും റോഡിന്റെ പേര് പറയാമോ? എറണാകുളത്ത് മറ്റേ ഇന്ന റോഡ് നിനക്ക് അറിയാമെന്ന് ചോദിച്ചാൽ അവൻ അറിയത്തില്ല. ഒരു ബാറിന്റെ പേര് സീകളെന്ന് എഴുതിയതേ ഉള്ളു. അപ്പോഴേ പറഞ്ഞു ഫോട്ടോ വെച്ച് ബാറാണ്. എടാ നമ്മളെ മട്ടാഞ്ചേരിയുടെ ഒരു ഐശ്വര്യമാണ് ബോട്ട് ഇറങ്ങി വരുമ്പോഴും ഒരു മണം ഒരു വിറയലാണ്. ഇപ്പൊ ഇന്ന് മൂത്ര വെച്ചിട്ട് KSRTC ബസ് സ്റ്റാൻഡിൽ മൂത്ര വെച്ചിട്ടിരിക്കും. അപ്പൊ ആഹാ നല്ല അടിപൊളി സ്മെല്ലാണല്ലോ. അടിപൊളി സ്മെല്ലാണല്ലോ. എടാ സ്റ്റാൻഡിൽ ഇരിക്കുമ്പോ എന്താ അതിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ അവിടെ ഇരിക്കുവാണ്. നിങ്ങളെ കാത്തിരിക്കുമ്പോഴേ അവിടെ ഒരു പ്രായമുള്ള ആള് വന്നിട്ട് ഇത് സംസാരിക്കുക. അതായത് ബെൻസ് അയാളുടെ മോന്റെ വണ്ടിയാ ബെൻസ് അടിച്ചതിന് മുമ്പ്. അപ്പൊ ഇവര് എന്തോ ഇൻഷുറൻസ് കമ്പനിക്കാരായിട്ട് എന്തോ ഡീലായിട്ട് ഇൻഷുറൻസ് കമ്പനിക്കാർ 50 ലക്ഷം രൂപ കൊടുക്കാന്ന് പറയും. അപ്പൊ കേട്ടോണ്ടിരിക്കുന്ന സാറേ അത് 50 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് ഇത് തീർപ്പാക്കിക്കൂടെയാണ്. പുള്ളി പറയണേ 50 ലക്ഷം രൂപ വാങ്ങിച്ചോണ്ടില്ലേ മറ്റേ ബാക്കി CC ആരെടുക്കും. ഇന്നലെ ഇവനെങ്ങാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇല്ല ഇവന് ഇവിടെ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. 50 ലക്ഷം രൂപയുടെ പെൻസ് കാണുന്നില്ല എന്ന് പറയുന്നത്. ഇനി കറങ്ങാച്ചാലിൽ പോയി തപ്പിയ ചിലപ്പോ കിട്ടും. എന്ത് സാധനം ഉണ്ടെങ്കിലും കറി നമ്മൾ ആപ്പിൾ വർക്ക് ചെയ്യുമ്പോ കണ്ടിട്ടില്ലേ? എന്ത് സാധനം ഉണ്ടെങ്കിലും കറങ്ങച്ചാലിൽ പോയി തപ്പിക്കിട്ട് ആ സാധനം അവിടെ നിന്ന് എടുത്തിട്ട് വരാം. എന്ത് കെട്ടിയാലും കറങ്ങച്ചാല പശുവും കൂടാ. ഇത് വേണമെന്നില്ല. ഞാൻ സാറിന്റെ വീട്ടിൽ നിന്ന് ആക്റ്റീവ് എടുത്തിട്ട് വന്നു. ആക്റ്റീവ് എടുത്തിട്ട് വന്നിട്ട് നമ്മളിപ്പം എല്ലാ സാധനങ്ങളും അഴിച്ച് തപ്പിക്കൊണ്ടിരിക്കുക. എന്തൊക്കെ ബുക്കും RC ബുക്ക് പേപ്പർ പൊല്യൂഷൻ നീ വീണ്ടരുത് പൊല്യൂഷനൊക്കെ ഉണ്ടാകുന്നത് ചെക്ക് ചെയ്തോണ്ടിരിക്കുക. അപ്പം ഒരു മുണ്ട് കിട്ടി, ഒരു തോർത്ത് കിട്ടി, ഒരു കുപ്പിയും കിട്ടി, ഒരു കുപ്പിയിൽ വെളിച്ചെണ്ണ. അപ്പൊ ഞാൻ പറഞ്ഞത് സാറ് കുളിക്കാനൊക്കെ പോണു, കുളിച്ചിട്ട് അമ്പലത്തിൽ പോണേ തോന്നുന്നു. അമ്പലക്കുളത്തിൽ പോയാൽ കുളിക്കുന്നതൊക്കെ തോന്നുന്നു പറഞ്ഞിട്ട് ഞാൻ ഈ കുപ്പി എടുത്ത് കാണിച്ചു. ഓണം ഇവൻ തട്ടിപ്പറിച്ച്. എനിക്ക് എന്താന്ന് കാര്യമൊന്നും മനസ്സിലായില്ല. പിന്നെ സാറ് പിറ്റേ ദിവസം വന്നിട്ട് ചോദിച്ചേ എടാ വണ്ടിയിൽ നിന്ന് ഒരു കുപ്പി വല്ലതും കിട്ടിയായിരുന്നു ചോദിച്ചു. നമ്മൾ സാർ അത് വിളിച്ചിട്ടോ കുപ്പിയല്ലേ, അത് വിവേക് എടുത്തിട്ട് പോയെന്ന് പറയും. വേണ്ട സാറ് അത് വേണ്ടി പോയി. ഇവ വന്ന് കയറിയപ്പോ എടാ വണ്ടി നിർത്ത കുപ്പി എന്ത് അത് അച്ഛന് തലവേദനയായിരുന്നു അച്ഛന് കൊടുത്തത്. സംഭവം എന്താ പറയാ ബെക്കാടിയുടെ ഒരു കുപ്പിയായിരുന്നു. മറ്റേ ചെറിയ കുപ്പിയില്ലേ സാമ്പിൾ കുപ്പി, അതായിരുന്നു ഒരു ക്വാർട്ടർ. അതും കൊണ്ടുപോണ്ട അച്ഛന് കടത്തി കൊണ്ടുവന്നിട്ട് ആരാണ്ട് സാറിന് ഗിഫ്റ്റ് ചെയ്ത് അവിടെ നിന്ന് സാധനം വണ്ടി വേറെ ഇവൻ പോയി എടുത്തോണ്ട് പുള്ളി അപ്പൊ തോർത്ത് നോക്കിയിട്ടപ്പോ രാവിലെ എവിടെയോ ജിമ്മിലോ വർക്കൗട്ട് ചെയ്യാൻ പോകുമ്പോഴൊക്കെ സെറ്റ് ആക്കാന്ന് പറഞ്ഞിട്ട് പൊട്ടി പ്ലാൻ ചെയ്തിട്ട് എന്നിട്ട് ഞങ്ങളത് നോക്കി. ഇതൊന്നുമല്ല, ഒരു ദിവസം എന്തോ കാര്യത്തിന് സാറിന്റെ വീട്ടിൽ പോയിട്ട് വീടിന്റെ പുറകിൽ എന്തോ സാധനം എടുക്കാൻ വേണ്ടി പോയതാ. അപ്പൊ അവിടെ സാറ് പുതിയ ബ്രീഫ്, പുള്ളി ഈ ബ്രീഫൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലുണ്ട് കഴുകിയിട്ട് യൂസ് ചെയ്യുള്ളൂ. അപ്പൊ പുത്തൻ ബ്രീഫാണെന്ന് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിക്കർ പൊളിച്ചാലാണ് പുള്ളി കഴുകിയിട്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയി. പിന്നെ സാറ് കൊണ്ട് വെച്ചിട്ട് നിങ്ങൾ പുറകെ പോയപ്പോ ബ്രീഫ് കട്ടായിരുന്നെന്ന് ചോദിച്ചു.
അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നു. സംഭവം എന്താ, അത് കറകച്ചാല് പോയി. കറകച്ചാല് പോയിട്ട് അത് റോഡ് ഷോ കിട്ടണം പോയി. അത് ഇവന്റെ തള്ളിയതാ. ഇതൊക്കെ എപ്പോ സംഭവിച്ചതാ? അത് നീ ഇറങ്ങിയ ശേഷം. മറ്റേ ആലപ്പുഴ മുഴുവൻ നടന്ന് മുട്ടക്കച്ചവടം നടത്തിക്കൊണ്ട് ഇവനാണ് തള്ളാൻ വഴിയില്ലാത്ത. ഇല്ല, ആ ബ്രീഫ് ഞങ്ങൾ രണ്ടുപേരും പോയതിനു ശേഷം ആ ബ്രീഫ് കാണുന്നില്ല. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സംഭവം അത് കറകച്ചാലുമായിട്ട് അത് ചായ അടിക്കാരൻ കൊണ്ടുപോയെന്നോ റോഡ് ഷോക്ക് കൊണ്ടുപോയെന്നോ. എന്താണ് എവിടെ? എടാ നീ ഇത് തെളിവെല്ലാം കണ്ടുപിടിച്ച? റോഡ് ഷോ അത് കേട്ടോ, പഞ്ചായത്ത് ചെട്ടി പറഞ്ഞിട്ട് ചായക്കടക്കാരൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ. കാണുന്നുണ്ട്.